ഇതേപോലെ ഒരു ഏജൻസിയുമായിട്ട് കൊച്ചിയിലുള്ള ഓക്കെ സിഒഎസിന്റെ ഇതേപോലെ ഫേക്ക് സിഒഎസ് കൊടുത്തിട്ട് അതിൽ ലാസ്റ്റ് 1 കോടിയുടെ അടുത്തുള്ള സ്കാമായിരുന്നു അത്. എന്നിട്ട് ഒരുത്തന്റെ വീട് പറമ്പ് ആധാരം മൊത്തം വിറ്റു. അവന്റെ അച്ഛൻ അതിന്റെ ഒരു വിഷമത്തിൽ തൂങ്ങിര മരിച്ചിട്ടുണ്ട്. കുറെ പേരുടെ ജീവിതം പോയി, എന്റെ ഉൾപ്പെടെ കുറെ പേരുടെ ജീവിതം പോയി. ഞാനൊക്കെ സത്യം പറഞ്ഞ ഒരു മനസ്സ് തുറന്ന് സന്തോഷത്തിലൊക്കെ കാലം കുറെ ആയിരുന്നു. അത് അവസ്ഥയില. പിന്നെ ഒരാളുടെ ജീവനും പോയി. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങനെ ഇതായത് കാരണം പിന്നെ പുറകെ നിൽക്കാനാണ്. പിന്നെ ഞാൻ ഇപ്പം വിചാരിച്ചു കഴിഞ്ഞ ദിവസം എന്നെ കുറെ പേര് എന്നെ മുമ്പൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ കൊടുക്കുന്നത്, എനിക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഫാദർ മരിച്ച ആളില്ല, അവനെ എന്നെ വിളിച്ചു. അവനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര അനുഭവിച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു 100-1 അംശമെങ്കിലും അത് കറക്റ്റായിട്ട് തെറ്റ് ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നീരജ കാരണം കുറേയധികം പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ തൂങ്ങി മരിച്ചു എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു വോയിസിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പൈസ ഇതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്ത ആ ഒരു പൈസ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ ആൾക്കാരിൽ ഒരാളാണ് ഈ ഒരു നീരജ എന്ന് പറയുന്നത്. നീരജയുടെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടാണ് ഇവിടുത്തെ ഉള്ള ഒരു കമ്പനി ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സിഒഎസ് അയച്ചു തരാൻ പറയുന്നു. അങ്ങനെ അയച്ചു തന്നത് ഫേക്കായിരുന്നു. ആ ഒരു ഫേക്ക് ആയതുകൊണ്ട് തന്നെ കുറേയധികം പ്രശ്നങ്ങൾ വന്നു. ഇവരെ വിളിച്ചിട്ട് ആ ഒരു ഏജൻസി പറയും നിങ്ങൾ ക്യാഷ് തിരിച്ചു താ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു UK കമ്പനി നടത്തുന്നത്. അവൻ്റെ അടുത്ത് പറഞ്ഞു അവനുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ പൈസയൊന്നും അയച്ചു കൊടുത്തൊന്നുമില്ല. അവനെ വേറെ ആരാളുണ്ട് പറ്റിച്ച് എന്ന് പറഞ്ഞിട്ട് പൈസ മൊത്തം 1.5 കോടിയോളം അടുത്ത് ഏതാണ്ട് പൈസയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ നാട്ടിലുള്ള കമ്പനി ഇവളെ വിളിച്ച് ചോദിച്ച സമയത്ത് ഞാനതിൻ്റെ മീഡിയേറ്റർ മാത്രമാണ്, നിങ്ങൾ അവനുമായിട്ടല്ലേ കാര്യം നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കൈ ഒഴിഞ്ഞു എന്നാണ് നാട്ടിലുള്ള ആ ഒരു ഏജൻസിയുടെ ആൾ പറയുന്നത്. ഇവൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നീരജ പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ മീഡിയേറ്ററായിട്ട് നിന്നു, ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കണക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഫസ്റ്റ് ഒരു പ്രശ്നം പോലെ വന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്ന് പിന്മാറി. അതിനുശേഷം അവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് നടത്തിയതും. അതുവഴിയാണ് ഈ ഒരു പൈസ പറ്റിക്കപ്പെട്ടതല്ല. ഞാൻ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ആദ്യമേ എനിക്കത് പ്രശ്നമെന്ന് മനസ്സിലായ സമയത്ത് തന്നെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറി. പിന്നെ എന്നെ പേരും എൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു 30 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരിക്ക് പറയാനുള്ള പുള്ളിക്കാരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിരുന്നു പറയാനുള്ളത്. പക്ഷേ എന്തായിരുന്നാൽ പോലും ഈ ഒരു നീരജയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഇവർ വഴിയാണ് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഇത്രയും ക്യാഷൊക്കെ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു സംഭവമാണ്. ഇത് 2 വർഷം മുമ്പാണ് ഇത് നടക്കുന്നത് തന്നെ. അപ്പോഴത്തെ അത്രയും പൈസ, ഒരു ചെറിയ പൈസയൊന്നും വലിയൊരു പൈസയാണ് ഇവർ കാരണം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരതിൽ മെയിനായിട്ടുള്ള ഒരു ഉത്തരവാദി തന്നെയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ഇതിനെപ്പറ്റി ഓരോ ദിവസം ചർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെയായിട്ട് ഓരോ വോയിസൊക്കെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് സെക്കൻഡ് പാർട്ട് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിനകത്ത് പ്രൂഫൊക്കെ കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അത് വന്നതിന് ശേഷം ഇനി എന്താണ് ബാക്കി നടക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം അതിലെന്താണ് പറയുന്നത് നോക്കാം. അതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്.